അത് മറ്റൊരു തരത്തിലുള്ള പരാജയവുമാകും. അപ്പൊ അർജുനന്റെ ഇപ്രകാരമുള്ള നിമഗ്നങ്ങളിൽ നിന്നും അദ്ദേഹം മഹാനായ ഒരു ഭഗവത് ഭക്തൻ മാത്രമല്ല, അത്യന്തം വിവേകശാലിയും കൂടിയാണ്. അതുപോലെ സുനിയന്ത്രിതമായ മനസ്സും ഇന്ദ്രിയങ്ങൾ ഉള്ളവനുമാണെന്ന് ഈ ഒരു ശ്ലോകത്തിൽ കൂടെ നമുക്ക് വ്യക്തമാകുന്നു. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 7ാമത്തെ ശ്ലോകം. കാർപ്പണ്യ ദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മ സമൂഢചേത യത്സേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേകം ശാധിമാം ത്വാം പ്രപന്നം. കാർപ്പണ്യദോഷോപഹത സ്വഭാവ എന്ന് പറഞ്ഞാൽ കാർപ്പണ്യദോഷം കൊണ്ട് ബാധിക്കപ്പെട്ട ആ സ്വഭാവത്തോടു കൂടിയത്. ധർമ്മസമൂഢചേത, ധർമ്മം ഏതെന്ന് സംശയിക്കുന്ന ചേതസ്സോടുകൂടിയ എന്നുള്ള അർത്ഥം. അഹം, ഞാൻ, ത്വാം അങ്ങയോട്, പൃച്ഛാമി ചോദിക്കുന്നു, യത് യാതൊന്ന്, മേ എനിക്ക്, ശ്രേയസ്സായിട്ട്, സ്യാത് ഭവിക്കുമോ, തത് അതിനെ, നിശ്ചിതമായിട്ട്, ബ്രൂഹി പറഞ്ഞു തന്നാലും. ശരിക്കുള്ള ആ അർത്ഥത്തിലേക്ക് നമ്മൾ വരികയാണ്. ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തിൽ നിന്നും ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചത് എന്ന് പറഞ്ഞു തരണം. ഞാനിപ്പോൾ അങ്ങേ ശരണം പ്രാപിച്ച ശിഷ്യനാണ്, ദയവായി എന്നെ ഉപദേശം തന്നാലും എന്ന് അർജുനൻ ഭഗവാനോട് പറയുകയാണ്. ഇനി നമുക്ക്